നമ്മൾ നേരത്തെ പറഞ്ഞ ദുരൂഹതകൾ ഇപ്പോ മറന്നു നീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തുടക്കം മാത്രമേ ഉള്ളൂ. ഒരു മഞ്ഞുമലയുടെ ടിപ്പ്, മുകളറ്റം മാത്രമേ ആവുന്നുള്ളൂ. മഞ്ഞുമല കടലിൽ അഗാധതയിൽ മറന്നിരിക്കുക. ഇപ്പോ സത്യാനന്തര കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയാണ്. ഹലോ ശ്രീ രാജേന്ദ്രൻ, ഇപ്പം എറണാകുളത്തും തലസ്ഥാനത്ത് തിരുവനന്തപുരത്തും SFIയുടെ മിന്നൽ റെയ്ഡുകൾ നടക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞാൽ സ്വന്തം ഭാര്യയുടെ പെൻഷൻ പൈസ കൊണ്ടാണ് മകൾ വീണ വിജയൻ ബിസിനസ് ആരംഭിച്ചത്. പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്ന ചില കണക്കുകൾ CMRകളുടെ എല്ലാം ബാലൻസ് ഷീറ്റ് പുറത്തു വരുമ്പോൾ 73 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വീണ വിജയൻ ആ കമ്പനിയിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഏത് കണക്കാണ് വിശ്വസിക്കേണ്ടത്? ശരിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ദുരൂഹതകൾ ഇപ്പോ മറന്നു നീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തുടക്കം മാത്രമേ ഉള്ളൂ. ഒരു മഞ്ഞുമലയുടെ ടിപ്പ്, മുകളറ്റം മാത്രമേ ആവുന്നുള്ളൂ. മഞ്ഞുമല കടലിൽ അഗാധതയിൽ മറന്നിരിക്കുക. ഇപ്പോ സത്യാനന്തര കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയാണ്. നിയമസഭ സാധാരണഗതിയിൽ അസത്യം പറഞ്ഞാൽ അതിന് ശിക്ഷയുള്ള, അത് അംഗങ്ങളുടെ അവകാശ ലംഘനമാവുന്ന ഒരു വേദിയാണ്. അവിടെ സഭാനാഥനായിട്ടുള്ള, സഭാധ്യക്ഷനല്ല, സഭാനാഥനായിട്ടുള്ള മുഖ്യമന്ത്രി തന്നെ ആണോ പച്ചക്കള്ളം വീണ്ടും വീണ്ടും പറയുന്നത് എന്നുള്ള സംശയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള രേഖകളാണ് ഓരോന്നായിട്ട് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് മാത്യു കുഴൽനാടന്റെ മുഖത്ത് നോക്കി പച്ചക്കള്ളം എന്ന് പറഞ്ഞതിൽ ഇപ്പൊ വ്യക്തമായിട്ടുണ്ട് മാത്യു കുഴൽനാടൻ അന്ന് പറഞ്ഞത് പച്ചക്കള്ളമല്ല. ആ ഒരു സത്യം നമുക്കിപ്പോ ബോധ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് വ്യക്തിശുദ്ധി വേണം, വ്യക്തിശുദ്ധി എന്ന് അദ്ദേഹം പറഞ്ഞത് അതും ശരിയല്ല, സത്യമല്ല എന്ന് തെളിഞ്ഞിരിക്കുന്നു. അതുപോലെ 2 കൈകൾ ഉയർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ കൈകൾ ശുദ്ധമല്ല. അത് അപ്പടി വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് SFIO അന്വേഷണം നടത്തിയ ശേഷം പുറത്തു പറഞ്ഞ ചില അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകളിൽ ഒരു സ്റ്റേറ്റ്മെന്റിലെ എമൗണ്ട് ആണ് ഞാൻ വായിച്ചു തരാം. ആ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്: ലോൺ ഫ്രം ഡയറക്ടർ മിസ്റ്റർ വീണ 78,47,153 രൂപ ബാലൻസ് ഷീറ്റിൽ വ്യക്തമായിട്ടുണ്ട്. ഇത് ഇന്ന് പുറത്തുന്ന ബാലൻസ് ഷീറ്റ് ആണ്. അപ്പൊ ഈ ബാലൻസ് ഷീറ്റ് എല്ലാം SFIയുടെ കയ്യിൽ കിട്ടിയിരിക്കുകയല്ലേ? അതെ അതെ, ബാലൻസ് ഷീറ്റ് ആണ് ഇത്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ അത് ലാഭത്തിന്റെ രേഖയാണ്, അത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന്റെ രേഖയാണെന്നുള്ളതിന്റെ തെളിവുണ്ടോ അതില്? അതായത് മൂലധനത്തിന്റെ അതുപയോഗിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഭാര്യയുടെ റിട്ടയർമെന്റ് ആനുകൂല്യം, വിരമിച്ച കാലത്തെ ആനുകൂല്യം ഉപയോഗിച്ചാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നത്. പക്ഷേ ഇത് ഇൻവെസ്റ്റ്മെന്റിന്റെ ആണോ ബാലൻസ് ഷീറ്റിന്റെ ആണോ? എന്തായാലും രേഖകൾ പുറത്തു വന്നുകൊണ്ടിരിക്കും. ഈ രേഖകളൊക്കെ കാണിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല നമ്മൾ നിയമസഭയിൽ കേട്ടത് എന്ന് തന്നെയാണ്. ഇതിപ്പോ പിന്നെ ഈ ബാലൻസ് ഷീറ്റ് ആണോ ഇൻവെസ്റ്റ്മെന്റ് ആണോ? ഇതിപ്പോ ബാലൻസ് ഷീറ്റിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ അടയാളപ്പെടുത്തി പുറത്തു വന്നിട്ടുള്ളൂ. മൊത്തമേ അതെ, അതില് ഇപ്പൊ എന്താ വീണ വിജയന്റെ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? വീണ വിജയ് ഡയറക്ടർ ഫ്രം ലോൺ. അപ്പൊ ഈ ലോൺ വളരെ വ്യക്തമാണ്. ലോൺ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് വളരെ വ്യക്തമാണ്. ഇത് ഈ ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ ലാഭവും അതിന് മുടക്കിയ മുതലും അതിന്റെ വ്യത്യാസവും ചേർന്ന് അതാണല്ലോ ലാഭമാകുന്നത്. അതാണ് ബാലൻസ് എന്ന് പറയുന്നത്. ഇവിടെ എത്ര ബാലൻസ് ഉണ്ടെന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ലോൺ എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ വ്യക്തമാണ് ഇത് ആ സ്ഥാപനത്തിന് വേണ്ടി മുടക്കിയ പണം, അല്ലാതെ ആരും ലാഭം കിട്ടാൻ വേണ്ടി ആരും ലോൺ എടുക്കാറില്ലല്ലോ. അപ്പൊ ഈ ലോൺ എന്ന് പറയുന്നത് അവിടെ മുടക്കിയ തുക അത് ഏതാണ്ട് 78 ലക്ഷം അതിൽ ചുല്ലാനും രൂപയാണ്. അപ്പൊ അതിന് കൊളാറ്ററൽ സെക്യൂരിറ്റി കൊടുത്തെങ്കിലേ സ്റ്റാർട്ടപ്പുകൾക്ക് ആനുകൂല്യങ്ങളുണ്ട് കേട്ടോ. അതുകൂടാതെ കൊളാറ്ററൽ സെക്യൂരിറ്റി ഒക്കെ വേണ്ടി വരും ഇത്ര വലിയ തുകയായതുകൊണ്ട്. കാരണം സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ 5 ലക്ഷം രൂപ 10 ലക്ഷം രൂപ താഴെയുള്ള തുകകൾ മാത്രമേ ഈ കൊളാറ്ററൽ സെക്യൂരിറ്റിയും യാതൊരു സെക്യൂരിറ്റിയും ഇല്ലാതെ ഈടുമില്ലാതെ നമുക്കെടുക്കാൻ പറ്റും. ഇത്രയും വലിയ തുകയ്ക്ക് എന്തായാലും ബാങ്കുകൾ ഈട് ആവശ്യപ്പെട്ടിട്ടാണ് ആ ഈട് കൊടുത്തുകൊണ്ട്. പക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് തന്റെ ഭാര്യ വിരമിച്ച സമയത്ത് പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇതില് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നതെന്നാണ്. അപ്പൊ അതും ഇപ്പൊ വന്ന രേഖയുമായിട്ട് ഒത്തുപോരുന്നില്ല. പച്ചക്കള്ളം പറയുകയാണ് മുഖ്യമന്ത്രി എന്ന് ഇപ്പോഴും പറയുന്നില്ല. പക്ഷേ ഇതിലൊക്കെയുള്ള ആ ദുരൂഹത തിരുത്താനും വളരെ സുതാര്യമായിട്ടുള്ള കണക്കുകൾ കേരളത്തിലെ ജനങ്ങളോടും പറയാനുള്ള ബാധ്യത, അതുപോലെ തന്നെ ഈ ചോദ്യങ്ങൾ ഉന്നയിച്ച MLA മാരോടും പറയാനുള്ള ബാധ്യത
തീർച്ചയായിട്ടും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിക്കുണ്ട്. അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ ചോദിക്കട്ടെ, ഈ CMRലെ എല്ലാം ബിസിനസ് തുടങ്ങിയപ്പോൾ വീണ വിജയൻ അഡ്രസ് വെച്ച് AKG സെന്ററിന്റെ പേരാണ്. താൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ AKG സെന്ററിന്റെ പേരാണ്. അപ്പൊ ഇനി SFIയുടെ അടുത്ത നീക്കം AKG സെന്ററിലോട്ടാണോ? തീർച്ചയായിട്ടും വരും. രേഖയിൽ AKG സെന്റർ ഉണ്ടെങ്കിൽ SFIക്ക് തീർച്ചയായിട്ടും ആ AKG സെന്ററിൽ കയറി അന്വേഷിക്കാനുള്ള അധികാരമുള്ള ഒരു സ്ഥാപനമാണത്. അതിനാണ് അവരിക്കുന്നത്. എവിടെയെങ്കിലും സുതാര്യമല്ലാത്ത ഇടപാടുകൾ നടത്തുന്നുണ്ടോ? ഇതെവിടെ ഭാരതത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാ. സംശുദ്ധമല്ലാത്ത ഇടപാടുകൾ നടന്ന ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥിതി തന്നെ താറുമാറായി പോകും. അതിന്റെ ഒരു കാവൽ നായ തന്നെയാണ്, ഇന്ത്യക്ക് വേണ്ടിയുള്ള ഒരു കാവൽ നായ തന്നെയാണ് ഈ SFIO എന്ന് പറയുന്ന ഈ സ്ഥാപനം, സീരിയസ് ഫ്രോഡ് ഓർഗനൈസ്ഡ് ഇൻവെസ്റ്റിഗേഷൻ. അത് നടത്തേണ്ടത് തന്നെയാണ്. അവിടെ പോകേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ പോവുക തന്നെ, ഒരു സംശയമില്ല. അതൊന്നും പേടിച്ചു അറച്ചു ഒന്നും നിൽക്കാൻ പോകുന്നില്ല. ചെയ്യേണ്ട അവരുടെ കർത്തവ്യമാണ്. കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, SFIOയുടെ അന്വേഷണം വേണമെന്ന് പറഞ്ഞ് എന്തിനാണ് KSIDC കോടതി പോയത്? നാണമില്ലേ? നിങ്ങൾ എന്തിനാണ് ഈ പേടിക്കുന്നത്? അയ്യോ ഞങ്ങളെ ചോദ്യം ചെയ്യുന്നതെന്ന് പറയുന്നത്. നിങ്ങളെന്താ ചോദ്യങ്ങൾക്കും ഒക്കെ അതീതരായിട്ടുള്ള ആൾക്കാരാണ്. ജനങ്ങൾക്ക് നേരിട്ട് കയറി ചോദിക്കാൻ പറ്റുമോ? ഇല്ല. അതിനാണ് ശമ്പളം കൊടുത്ത് ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെ വെച്ചിരിക്കുന്നത് വ്യവസ്ഥാപിത മാർഗത്തിലൂടെ. ഉടനെ ഹൈക്കോടതി പോയിരിക്കുക. ഇപ്പൊ ഉടനെ ചാരണ നിർദ്ദേശപ്രകാരമാണ്. തീർച്ചയായിട്ടും വ്യവസായ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ഇങ്ങനെ പോയിരിക്കുന്നത്. ഇങ്ങനെ ഒരു കുടുംബത്തെ, ഒരാളിനെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ ഈ നെട്ടോട്ടം ഓടുന്നല്ലോ. നാണക്കേടാണ് ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ തന്നെ. എന്താണ് ഈ കാണിക്കുന്നത്? ഒരു അന്തസ്സ് വേണ്ടേ? അവിടെ പോയിട്ട് എന്തായി? ഫലം എന്തായി? അന്വേഷണത്തെ നിങ്ങൾ എന്തിനാണ് അന്വേഷണത്തെ ഭയക്കുന്നത് എന്നാണ് ചോദിച്ചത്. ഈ അന്വേഷണത്തെ തടയാൻ പറ്റില്ല. കോടതിക്ക് പോലും ഇവരെ തടയാൻ പറ്റുകയില്ല. കാരണം ഇവർ നടത്തുന്നത് വളരെ നീതിനിഷ്ഠമായിട്ടുള്ള അന്വേഷണമേ ആണ് ഇവർക്ക് നടത്താൻ പറ്റൂ. അല്ല ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ വ്യവസ്ഥയ്ക്ക് അകത്തുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അതിൽ ന്യായം വേണം. അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിൽ അന്യായം ഫയൽ ചെയ്താൽ ഇവർ ഉദ്യോഗസ്ഥർ തന്നെ കുടുങ്ങിപ്പോവും. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും അവരിൽ നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതിനുള്ള ലോക്കസ് സ്റ്റാൻഡി ഉണ്ടെങ്കിൽ മാത്രമേ, പ്രേമ ഫേസിയ കേസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ ഈ കാര്യത്തിനൊക്കെ പുറപ്പെടൂ. അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരാണ്, അവരുടെ ജോലി തന്നെ പോയെന്നിരിക്കും. അത് ചുമ്മാതെ വെറുതെ ഇങ്ങനെ രാഷ്ട്രീയം പറഞ്ഞ് നിൽക്കാൻ പറ്റുന്ന ആൾക്കാരല്ല അവര്. ഈ രാഷ്ട്രീയക്കാരെ പോലെയും മന്ത്രിമാരെ പോലും അവർക്ക് രാഷ്ട്രീയം പറഞ്ഞു നിൽക്കാം. ഇവർക്ക് രാഷ്ട്രീയം പറഞ്ഞു നിൽക്കാനില്ല, നിയമങ്ങൾ പറഞ്ഞേ പറ്റൂ. ഞങ്ങൾ ഇങ്ങനെ പോയി, ഈ നിയമം അനുസരിച്ചാണ് ഞങ്ങൾ ചെയ്തത്, ഈ പ്രവൃത്തി ഞങ്ങളുടെ നിക്ഷിപ്തമായിരിക്കുന്ന പരിധി ഞങ്ങൾ ലംഘിച്ചിട്ടില്ല എന്നൊക്കെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം അവർക്കുണ്ട്. അപ്പൊ ഇതുപോലെ കള്ളങ്ങൾ ഒരുപാട് പരക്കുന്നുണ്ട്. അത്തരം ഒരു കള്ളം നമുക്ക് വളരെ ബോധ്യമായ കാര്യമാണ്. അതായത് ധനകാര്യ കമ്മീഷൻ ഇപ്പോ അവിടെ ഡൽഹിയിൽ പോയി സമരം നടത്തുന്നത് ധനകാര്യ കമ്മീഷൻ അർഹിക്കുന്ന വിഹിതം തന്നിട്ടില്ല, GSTയുടെ അർഹിക്കുന്ന വിഹിതം തന്നിട്ടില്ല. ഇതെല്ലാം കള്ളമാണ്. കേരളത്തിന്റെ ഖജനാവ് കാലിയായപ്പോ വിത്തെടുത്ത് കുത്തിക്കഴിഞ്ഞതിന്റെ ഫലമായിട്ട് ചെലവാക്കാനൊന്നും ഇല്ലാതെ വന്നപ്പോൾ ശമ്പളവും പെൻഷനും മര്യാദയ്ക്ക് കൊടുക്കാതെ വയ്യാതെ വന്നപ്പോൾ അതിന്റെ വഴി ജനങ്ങളിലേക്ക് ചാരാൻ വേണ്ടി തീരുമാനമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒറ്റ സുഹൃത്തായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ മതി ബിനീഷ് കോടിയേരിക്കെതിരെ ഒരു കേസ് ബിനീഷ് കോടിയേരി ജയിലിൽ പോയ സമയത്ത് ഈ പിണറായി വിജയൻ ഉൾപ്പെടെ മുൻകൈ എടുത്താണ് കോടിയേരി ബാലകൃഷ്ണൻ രാജിവെപ്പിച്ചത്. ഇപ്പൊ പുറത്തു പറഞ്ഞ മറ്റൊരു വാർത്ത, SFIO വീണ വിജയനെ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. അത്രയ്ക്ക് ഒരു CPM നേതാവാണെങ്കിൽ, പറയാൻ വാക്കിന് ആത്മാർത്ഥയുണ്ടെങ്കിൽ രാജിവെക്കുകയല്ലേ വേണ്ടത്? അതിന്റെ ഒരു വിശദീകരണം പാർട്ടിക്കടറിൽ ജനങ്ങളോട് പറയുന്നില്ലെങ്കിലും പത്രങ്ങളിലൂടെ പറയുന്നില്ലെങ്കിലും പാർട്ടി സഖാക്കള് അവരുടെ സഖാക്കൾക്കിടയിൽ തന്നെ, പാർട്ടി അംഗങ്ങൾക്കിടയിൽ തന്നെ പറയുന്നു. ആ വിശദീകരണം ഇങ്ങനെയാണ്. അതായത് കോടിയേരി ബാലകൃഷ്ണന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ മകൻ ഇടപെട്ട കേസ്, പെട്ടുപോയ കേസ് ഒരു മയക്കുമരുന്ന് കേസായിരുന്നു. അതുകൊണ്ട് പാർട്ടിക്ക് അതിൽ ഇടപെടാൻ പരിമിതികളുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ അതിനൊരു എതിർവാദമുണ്ട്. വളരെ EP ജയരാജൻ കേരളത്തിന്റെ വ്യവസായ മന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അവിഹിതമായിട്ടൊരു നിയമനം നടന്നു. PK ശ്രീമതി ടീച്ചറുടെ ബന്ധു, ഇദ്ദേഹത്തെ ചിറ്റപ്പ എന്ന് വിളിക്കുന്ന ആരോ ആയിരുന്നു. അതിന് അദ്ദേഹത്തിന് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു. അപ്പൊ അത്തരം ഒരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അത്തരം ഒരു കാര്യം അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിനെയാണല്ല മന്ത്രി അഴിമതി നടത്തിയെന്നുള്ളതല്ല, ബന്ധു നിയമനം നടത്തി. അപ്പൊ ഇവിടെ ബന്ധുവിന് മാസപ്പടി കിട്ടി. അതുപോലെ തന്നെ അതിന്റെ കാരണം ഇതുവരെ ആർക്കും ബോധ്യമായിട്ടില്ല. എങ്ങനെ കിട്ടിയതാണ് ഈ മാസപ്പടി, ഏതിനത്തിൽ കിട്ടിയതാണ്,
ഏത് വകുപ്പിൽ കിട്ടിയതാണ്? ഇത് പറയാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. പാർട്ടിയുടെ ഈ ബുദ്ധി രാക്ഷസന്മാരുണ്ടല്ലോ, എന്തും തന്ത്രപരമായും രാഷ്ട്രീയമായും നേരിടുന്ന ആൾക്കാർ, അവർക്ക് പോലും ജനങ്ങളോട് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ത് കാര്യത്തിനാണ് ഈ 1.72 കോടി വീണ വിജയന് കൊടുത്തിരിക്കുന്നത്. അതാണ് ഇവിടെ പ്രശ്നം. ആർക്കും ഇതുവരെ വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് യുക്തിസഹമായിട്ടുള്ളൊരു ഉത്തരം കേരള ജനതയ്ക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോൾ കുടുംബത്തിന് അവിഹിതമായിട്ടുള്ള ഒരു സമ്പാദ്യം കേരള ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന KSIDCയുടെ കീഴിൽ വരുന്ന മേൽനോട്ടത്തിൽ വരേണ്ട ഒരു സൂപ്പർവിഷനിൽ വരേണ്ട ഒരു സ്ഥാപനത്തിൽ നിന്നുണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും സംശയങ്ങൾ ജനിപ്പിക്കുന്നുണ്ട്. അതിന് തൃപ്തികരമായ ഒരു ഉത്തരം ഇന്ന് വരെ കിട്ടാത്തിടത്തോളം മുഖ്യമന്ത്രിയുടെ നില വളരെ ആടിയുലയുന്ന ഒരു കസേരയിലാണ് ഇരിക്കുന്നതെന്നുള്ളത് തന്നെയല്ല. SFIO ഇങ്ങനെ ശക്തമായിട്ടും പൊടുന്നനെയുമുള്ള അന്വേഷണം നടത്തുമ്പോൾ അത് തീർച്ചയായിട്ടും പോയിന്റ് ചെയ്യുന്നത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ്. അദ്ദേഹത്തിന് രാജിവെക്കേണ്ട ഒരു സൂചനയിലേക്കാണ് പോകുന്നത്. SFIയുടെ ഏജൻസി ഫെബ്രുവരി 1 അന്വേഷണം പ്രഖ്യാപിക്കുന്നു. 5 ദിവസത്തിനകത്ത് തന്നെ എറണാകുളത്ത് വന്നു. 6 തലസ്ഥാനത്ത് വന്ന് റെയ്ഡ് ചെയ്യുന്നു. അപ്പം ഇവരെ ടാർഗറ്റ് മുഖ്യമന്ത്രി വീണ വിജയൻ തന്നെയാണ്. അതിൽ വീണ വിജയനെ മാത്രമാണോ അവരെ ടാർഗറ്റ് ചെയ്യുന്ന? അങ്ങനെ ആകാനേ വഴിയുള്ളൂ. കാരണം ടാർഗറ്റ് ചെയ്യാന്ന് പറയുന്നത് CMRNനെ തന്നെയാണ്. നിങ്ങൾ എന്തെങ്കിലും ഇത് കൊടുത്തു അവർക്ക് പറയേണ്ടി വരും. കാരണം ഇതൊരു കമ്പനിയുടെ ഏർപ്പാടുകളെല്ലാം വളരെ സുതാര്യമായിരിക്കണം. ഓരോ പൈസ ചെലവും നമ്മുടെ മന്ത്രിമാരുടെ കാര്യം പറയുന്നത് പോലെ തന്നെയാണ്. ഏജൻസികളുണ്ട് മുകളിലെ കമ്പനി രജിസ്ട്രാർക്ക് കൊടുക്കണം. ഇപ്പൊ സഹകരണ വകുപ്പ് രജിസ്ട്രാർ ചുവരെ പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് കൊടുവന്നൂര് ഇങ്ങനെ ആത്മഹത്യാപരമായിട്ടുള്ള ഒരു തകർച്ച ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട് സെബി എന്ന് പറയുന്ന സ്ഥാപനം, റെഗുലേറ്ററി ഏജൻസി ഉണ്ട്. ഇങ്ങനത്തെ റെഗുലേറ്ററി ഏജൻസികൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ലോകരാഷ്ട്രങ്ങളൊക്കെ മാന്ദ്യത്തിൽ നിൽക്കുമ്പോഴും ഇന്ത്യക്ക് ഒരു മാന്ദ്യം ഉണ്ടാകാത്തതും. ശക്തമായ അടിത്തറകളാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ സമ്പത്ത് കാക്കുന്ന ശക്തമായ അടിത്തറകളാണ് ഇതൊക്കെ. അപ്പൊ അതിന്റെ ഒരു ഭാഗമാണ് ഈ SFIO എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അവർക്കുള്ള മുമ്പിലുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് ഈ മാസപ്പടി തന്നെയാണ്. അതിലാണ് ഫോക്കസ്. അതിനെക്കുറിച്ചുള്ള അന്വേഷണം മറ്റു ചില സുതാര്യമല്ലാത്ത ഇടപാടുകളിലേക്ക് ചെന്നുമുട്ടുമെങ്കിൽ അത് അതിന്റെ ആനുഷംഗികമായിട്ടുള്ള ഒരു ഭാഗം മാത്രമായിരിക്കും. പക്ഷെ മെയിൻ ഫോക്കസ് ഈസ് ഓൺ ഈ 1.72 crores വിച്ച് ഈസ് ഇപ്പോഴും അത് ദുരൂഹമായിരിക്കുന്നു. ഇപ്പോഴും അതിന്റെ കാര്യം, ഇപ്പൊ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഒരു കാരണമുണ്ട്. ആ കാരണം ഇവിടെ വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ഇവിടെ ഒരു പ്രശ്നമായിരിക്കുന്നത്, ദുരൂഹതയായിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് മുകളിൽ ഒരു ഡെമോക്ലിസിന്റെ വാൾ പോലെ കിടക്കുകയാണ് ഇപ്പോൾ. ഇപ്പൊ SFIയുടെ അന്വേഷണം വരും ദിവസം കേരള രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റം ഉണ്ടാവും കണ്ടറിയാം. നന്ദി ശ്രീ രാജേന്ദ്രൻ. ഓക്കെ.